എനിക്ക് വേറെ ഫോട്ടോ കാണിച്ചപ്പോൾ സാരി ആയിരുന്നല്ലോ. ആ ഇന്ന് നമ്മുടെ ഓഫീസിൽ ആരാ വിളിക്കുന്നത്? ഹസ്ബൻഡ്. ചപ്പാത്തി ചിക്കൻ കറി, ഞാനൊരു ബിരിയാണി ഫുള്ള് വാങ്ങി. ഗ്ലിംസ് ഓഫ് സഫാനിയ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ ടൈം വരുന്നത് 3:47. നമ്മള് ഇന്നൊരു ബ്രൈഡൽ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പോസ്റ്റ് വെഡിങ് ഷൂട്ടിന്റെ ഒരു ബ്രൈഡിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സലൂണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. ഫ്രഷപ്പ് ആയി. അവർക്ക് ഏർലി മോർണിംഗ് ആണ് ഷൂട്ടിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് സൺലൈറ്റ് വരുന്ന ആ ഒരു ടൈമിലേക്കും ബ്രൈഡിനെ റെഡിയാക്കി വിടണം. നമ്മള് ഈ ഒരു 4:15 ആകുമ്പോഴേക്കും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞങ്ങളിപ്പം റെഡിയായി സലൂണിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. Good morning. സമയം 4:05 ആവാമ്പോൾ 4 മണിക്ക് വരാനല്ലേ പറഞ്ഞ? വിളിച്ചു നോക്കായിരുന്നില്ലേ? ഹെൽമെറ്റ് ഊരിട്ടില്ല. അപ്പൊ നമുക്ക് 1 മണിക്കൂർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് കോയമ്പത്തൂരിൽ നിന്ന് വന്നതാ. കോയമ്പത്തൂരിൽ വന്നപ്പം ലേറ്റായി പോയി. അപ്പോൾ ഉറങ്ങിയപ്പോൾ ലേറ്റായി, അതുകൊണ്ടിട്ട് വരാനും ലേറ്റാവും. നമുക്ക് 4 മണിക്ക് പറഞ്ഞേച്ചു. അപ്രോക്സിമേറ്റ് ഒരു 4:15 ആകുമ്പോൾ സ്റ്റാർട്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ഒരു 5 ഒക്കെ ആകുമ്പോൾ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതുവരെ വെയിറ്റ് ചെയ്യും. ഒറ്റ മനുഷ്യരില്ല റോഡിൽ. നമ്മുടെ ക്ലൈന്റ് അപ്പോൾ ഒരു 5:15 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എത്തിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഹെയർ ആണ്, പിന്നെയാണ് നമ്മൾ ഫേസ് ചെയ്തത്. പോസ്റ്റ് വെഡിങ് ഷൂട്ടാണെങ്കിലും കറക്റ്റ് വെഡിങ്ങിന്റെ വൈറ്റ് ഗൗൺ വെച്ചിട്ട് സെയിം ബ്രൈഡൽ ലുക്ക് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓപ്പൺ കേർലി ഹെയർ വിത്ത് ഫ്രണ്ട് സ്റ്റാൻഡ്സ് ആണ് നമ്മൾ ഈ ബ്രൈഡിന്റെ ഹെയർ സ്റ്റൈലായിട്ട് ചൂസ് ചെയ്തത്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇൻഡോർ തന്നെ അവർ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻഡോർ തന്നെയാണ് കൂടുതലും ഷൂട്ട് ചെയ്തത്. ബ്രൈഡിന് മാത്രമല്ല ഗ്രൂമിന് നമ്മൾ മേക്കപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഏർലി മോർണിംഗുള്ള നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞു. ആക്ച്വലി അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം പോയി. രാവിലത്തെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഓഫീസിലോട്ട് പോകണേണ്. ധൃതിക്ക് പോകണേണ്, കാരണം ഞാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ വന്ന കസ്റ്റമർ അവർ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസ് എടുത്ത് തന്നെ കുറേ ടൈം പോയി. ഇൻഡോറ് നമ്മളുടെ സലൂണിൽ തന്നെ ഫോട്ടോസ് എടുത്ത് കുറേ ടൈം പോയി. ഇനി അപ്പം ഓഫീസിൽ ചെന്നിട്ട് കാണാം. നമുക്ക് നല്ല മഴ കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മഴക്കാലത്ത് മഴ വേണമെമ്പോൾ ഓഫീസിലെത്തിയാൽ മതിയായിരുന്നു. നമ്മളിന്ന് നല്ല മഴ കൊടുക്കുന്നത് മഴ കിട്ടി. അയ്യോ, എന്നോട് എവിടെ കയറി നിൽക്കുക. ഭയങ്കര കാറ്റ്. ഇതിപ്പോ ഞാൻ ഓഫീസിലെത്തുമ്പോൾ നനഞ്ഞ് കുതിർന്നിരിക്കുമല്ലോ. ഇതിൻ്റെ അടിയിൽ നിന്നാലോ? ഇവിടെ
ഇവിടെ നിന്ന് നനയും. അയ്യോ ശരിയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ബാക്കി വിളിച്ചേക്ക് ഇങ്ങോട്ട് നീങ്ങിയാലും കാറ്റടിക്കും. അപ്പോൾ മഴ ആസ്വദിക്കാം ഗൈസ്. കോഗ്നിസന്റ് അയ്യോ ഇന്ന് നമ്മളുടെ ഓഫീസിൽ ആരാ വന്നിരിക്കുന്നത്? മിസ്റ്റർ ഹസ്ബൻഡ്. അവിടെ കാണിക്കും. ഗസ്റ്റ് വാ. വിശക്കനുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് കഴിക്കാം അല്ലേ? ലഞ്ച് കഴിക്കാം. സെവൻ ഫിറ്റ്നസ് ഫ്രീക്ക്. എന്താ കഴിക്കണ സെവൻ? പ്രോട്ടീൻ ബാർ. ഞാൻ ഫിറ്റ്നസ് ഫ്രീക്ക്. മീറ്റ് റോള്. വിശന്നത് കൊണ്ടിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്ര ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഓക്കെ, തിന്നട്ടെ. ബൈ. ഫുഡ് റെഡി. റൗണ്ട് 2. സെവൻ ചപ്പാത്തി, ചിക്കൻ കറി. ഞാനൊരു ബിരിയാണി ഫുള്ള് വാങ്ങി. ഷെയർ ചെയ്ത് കഴിക്കാനാണ് കേട്ടോ അല്ലേ? അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം അല്ലേ സാമി? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ സവിനെ സ്ലീപ്പിംഗ് ബോർഡിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി നമ്മുടെ സ്പേസിലോട്ട് വന്നേക്കുവാണ്. ഇനി കുറച്ചു നേരം നമുക്ക് അധ്വാനിക്കാം. അങ്ങനെ കുറച്ചു നേരം ഞാൻ പണിയെടുത്ത് തിരിച്ചു വന്നപ്പോൾ മിസ്റ്റർ ഹസ്ബൻഡ് സ്ലീപ്പിംഗ് ബോഡിയിൽ പോയി ഉറങ്ങി എഴുന്നേറ്റ്. അതെ അതെ അതെ, ഉറങ്ങിയില്ല. ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നേക്കും. അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ? ഉല്ലാത്ത മഴ പെയ്ത് ഫുള്ള് വെള്ളം. അങ്ങനെ ഇനി എന്താ പരിപാടി? പിന്നെ ഉറങ്ങാണ്. അത് ശരി, ഉറങ്ങാനാണോ വന്നത് ഇവിടെ? അങ്ങനെ വീട്ടിൽ പോണം, പണിയുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ. പരസവി എന്താ ഇപ്പൊ ചെയ്യണം? ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിക്കാൻ പോകാനായിട്ട്. എന്നിട്ട് ചായ അല്ലല്ലോ പറഞ്ഞത്. ചായ കുടിക്കാൻ വന്നത്. ഇവിടെ വന്നപ്പോ ബ്രെഡ് ഓംലേറ്റും പിന്നെ മിന്റ് ലൈമും. അതെ, അടുത്ത ഫുഡ് ടൈം ആയിരുന്നില്ലേ? ഫുഡാണ് മെയിൻ. അതെവിടെ പോയാലും, ഓഫീസിൽ വന്നാലും പുറത്തിറങ്ങി. അതെ 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 അതെ. നല്ല ഫുഡ് എവിടെ ഉണ്ടെങ്കിലും നമ്മളത് ട്രൈ ചെയ്യണം. എന്താണ്? നല്ല ഫുഡ് എവിടെ ഉണ്ടെങ്കിലും നമ്മളത് ട്രൈ ചെയ്യണം. ഓക്കെ. Cheers.
നമ്മൾ വാങ്ങിച്ചത് ബ്രെഡ് ഓംലെറ്റും ഫ്രഷ് ലൈമും. ഫസ്റ്റ് ലൈം അല്ല, മിന്റ് ലൈം. അയ്യോ മിൻലൈം കഴിക്കും. ചൂടാണ്. ഊതി കഴിക്കും. ഊതി കഴിക്കും. കുടിച്ചാൽ മതിയോ? അത് ഇളക്കല്ലേ? ഇളക്കല്ലേ പുളിയാ. പക്ഷെ അത്യാവശ്യം മധുരമുണ്ട്. വേഗം കുടിക്കും. ഓക്കെ. അത് പിന്നെ ഇടക്കിടക്ക് കഴിക്കാറുള്ളതുകൊണ്ട് എനിക്കറിയാം. കൊള്ളാം. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വർക്കിംഗ് ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ പണിയെടുത്തു, സമീൻ പോസ്റ്റ് എടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഉറങ്ങി ചത്തു അല്ലേ? ഇനി വരുമോ? വരുമോ? ശരി. അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോവാം. ചട്ടീസ്. അയ്യോ ബാക്കിലോട്ട് എടുക്കും. ID കാർഡ് തിരിച്ചു കൊടുക്കാൻ പോണേ. ID കാർഡ് കൊടുക്കാണ്ട് പോയാൽ ഞങ്ങൾക്ക് നമ്മുടെ കാര്യം തീർന്നു. നമ്മൾ ഇൻഫോ പാർക്കിലെ ബ്ലോക്കിൽ പെട്ടിരിക്കുന്നത് നീങ്ങി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പം സമയം 11:45 ആവാറായി, രാത്രിയായി. അപ്പം കുറേ സ്ഥലത്തൊക്കെ പോയിട്ടാണ് വന്നത്. നന്നായിട്ട് ടയേർഡായി, കാരണം വെളുപ്പിനെ ഒരു 2:45 ഒക്കെ ആയപ്പം റെഡിയായി. 3:30 അറൗണ്ടൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയതായിരുന്നു. അപ്പോൾ ഇത്രയും ടൈം നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. 7 ഓഫീസിലവിടെ സ്ലീപ്പിംഗ് ബോർഡിൽ ഉറങ്ങിയായിരുന്നു. ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻസൊക്കെ മറക്കാണ്ടിടണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്.